മറ്റൊരു വാർത്ത, മഞ്ചേരി പുൽപ്പറ്റ UDF ഓഫീസിൽ ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയതിനെതിരെ CPIM. ഗുണഭോക്താക്കളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യും വിധം അവരെ പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തി പെൻഷൻ വിതരണം ചെയ്തത് അംഗീകരിക്കാനാവില്ലെന്ന് മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ്. നികുതി പണം ഉപയോഗിച്ച് നടക്കുന്ന പെൻഷൻ വിതരണത്തെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. മുബഷീർ പി അക്ബർ ചേരുന്നു. മുബഷീർ, ഈ വലിയ വിവാദമായത് മാറിയല്ലേ, ഇപ്പൊ പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്നു? റോഷ്നി, രാവിലെ നടന്ന പ്രതിഷേധ മാർച്ചാണ് അത്. സിപിഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ആയിരുന്നു അവിടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സിപിഎമ്മിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു വിഷയത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഇത് കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സർക്കാർ തലത്തിൽ നിന്നുണ്ടാകണമെന്നുള്ളതാണ് സിപിഎമ്മിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് ഇറക്കിയ പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ CPM ആരോപിക്കുന്നത് മുസ്ലിം ലീഗ് നിയന്ത്രണത്തിലുള്ള പുൽപ്പറ്റ സഹകരണ ബാങ്ക് അധികൃതരാണ് പുൽപ്പറ്റ കാരപ്പറമ്പിലെ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് ഗുണഭോക്താക്കളെ വിളിച്ചു വരുത്തി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തിട്ടുള്ളത്. ഒരു കാരണവശാലും അത്തരത്തിലുള്ള വിതരണം അനുവദിക്കുന്നതല്ല, ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ഇത്തരം വിതരണം നടത്തിയതെന്നുള്ളത് ഇന്നലെ തന്നെ അവിടെയുള്ള CPM പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചതാണ്. ആ വിഷയം പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നിപ്പോൾ CPMന്റെ പ്രാദേശിക നേതൃത്വം അവിടെ ഒരു പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ പുൽപ്പറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് സാന്നിധ്യത്തിൽ ബാങ്ക് ജീവനക്കാരൻ ശ്രീ അക്ബർ, യൂത്ത് ലീഗ് പ്രവർത്തകൻ വാഹിദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ വിതരണം നടന്നത് എന്നുള്ളത് CPM ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് CPM ആവശ്യപ്പെടുന്നത്. പെൻഷൻ വാങ്ങാൻ ഓഫീസിന് മുന്നിൽ രാത്രി വരെ ഗുണഭോക്താക്കൾ വരി നിൽക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും CPM ഇന്നലെ തന്നെ പുറത്തുവിട്ടിരുന്നു. അതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് CPM ഈ ഒരു ആവശ്യം ഇപ്പോൾ ഉന്നയിക്കുന്നത്. ക്ഷേമ പെൻഷൻ രാഷ്ട്രീയ വിഷയമല്ല, മറിച്ച് LDF സർക്കാരിന്റെ കാലത്ത് കൃത്യമായും മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പെൻഷൻ വിതരണം ചെയ്തത്. UDF സർക്കാർ വന്ന ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ മാനദണ്ഡങ്ങൾ, ചട്ടങ്ങൾ പൂർണ്ണമായിട്ടും ലംഘിച്ചുകൊണ്ടുള്ള പെൻഷൻ വിതരണം നടത്തുന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പുൽപ്പറ്റയിൽ സംഭവിച്ചത്. കർശന നടപടി വേണമെന്ന് CPM മലപ്പുറം ജില്ലാ നേതൃത്വവും ഈ ഒരു വിഷയത്തിൽ ആവശ്യപ്പെടുകയാണ്. ശരി, മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.